കണ്ണൂർ ധർമ്മശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവേ മന്ത്രി വി ശിവൻകുട്ടി ഇന്നൊരു വലിയ പ്രഖ്യാപനം നടത്തി. വിദ്യാർത്ഥികൾ എഴുതുന്ന പുസ്തകങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രിയോട് ആ ചോദ്യം ചോദിച്ച മിടുക്കിയായ ഒരു എഴുത്തുകാരി ലക്ഷ്മിക. മന്ത്രിയോട് എന്തായിരുന്നു ചോദിച്ചേ? ഇപ്പം ചില കുട്ടികൾ ബുക്കും കഥകളൊക്കെ നന്നായിട്ട് എഴുതെങ്കിലും പക്ഷെ അവർക്കത് പ്രസിദ്ധീകരിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല. ആ കുട്ടികളെയും കൂടി പരിഗണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെ റോയൽറ്റി ഇനത്തിൽ സഹായം ലഭ്യമാക്കും വിധം അവരുടെ കഥകൾ പുസ്തകങ്ങളാക്കാമോ പ്രസിദ്ധീകരിക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ മന്ത്രി നമുക്ക് സന്തോഷം തരുന്നൊരു ഉത്തരവും പറഞ്ഞല്ലേ? അപ്പോൾ മോള് ഇത് വെറുതെ ചോദിച്ചതല്ല, മോളൊരു പുസ്തകം എഴുതി ഇറക്കിയിട്ടുണ്ടല്ലേ? എന്തായിരുന്നു പുസ്തകത്തിന്റെ പേര്? പ്രണയിച്ച പെൺകുട്ടി. മന്ത്രി അതിനെ അഭിനന്ദിച്ചു. നല്ല സാഹിത്യപരമായ പേര് ഇതൊക്കെ പറഞ്ഞല്ലേ? സന്തോഷമായോ? സന്തോഷമായി. എങ്ങനെയാ മോളിപ്പോ പുസ്തകമൊക്കെ എഴുതി തുടങ്ങിയതൊക്കെ എങ്ങനെയാ? എഴുതി തുടങ്ങിയത് 5ാം ക്ലാസ്സിലാണ്. ഞാൻ പറഞ്ഞു കൊടുക്കും, ടീച്ചർ എഴുതും, അങ്ങനെയാണ് എഴുതാറുള്ളത്. എന്തായിരുന്നു കഥയിൽ എന്താ പറയുന്നത്? കഥയിൽ പറയുന്നത് എൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ കേട്ടിട്ട് ടീച്ചർ അതിൻ്റെ ആദ്യത്തെ വാക്ക് ഇങ്ങനെയായിരുന്നു: സൗഗന്ധിക പൂക്കൾ പൂത്തുലഞ്ഞു വന്ന നിലാവിൻ്റെ സുഗന്ധം എന്നായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ പറഞ്ഞോ, ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കഥകൾ എൻ്റെ മനസ്സിൽ കഥകളുടെ വേരുണ്ടാവാനുള്ള ഒരു കാരണം അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്ത അമ്മയും ടീച്ചറും ഒക്കെ കൂടിയാണ് എഴുതി തീർത്തത് അല്ലേ? അപ്പോൾ പുസ്തകം ഇറങ്ങി. ഇനി കൂടുതൽ കഥ എഴുതാൻ തന്നെയാണ്? കഥകൾ മാത്രമല്ല, നോവലുകളും കൂടി എഴുതണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.